Hi students, once again welcome back to EduSpring classes. Today we discuss the fourth chapter of accountancy, subdivision of journals. സബ്ഡിവിഷൻ ഓഫ് ജേണൽ എന്ന നാലാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ മറ്റു പേരാണ് സ്പെഷ്യൽ ജേണൽസ്, ഡേ ബുക്ക്, സബ്സിഡിയറി ബുക്സ്. ഇതൊക്കെ സെയിം പേരുകൾ തന്നെയാണ്. ഇപ്പം എന്താണ് സ്പെഷ്യൽ ജേണൽ, എന്താണ് സബ്ഡിവിഷൻ ഓഫ് ജേണൽ? ദ ജേണൽ ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ റെക്കോർഡഡ് ഈസ് നോൺ ആസ് സ്പെഷ്യൽ ജേണൽ, ഡേ ബുക്ക് ഓർ സബ്ഡിവിഷൻ ഓഫ് ജേണൽസ്. അതായത് സിമിലർ നേച്ചർ ഉള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ജേണലുകളെയാണ് നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ജേണൽസ് എന്ന് വിളിക്കുന്നത്. എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ടന്റ് സ്പെഷ്യൽ ജേണൽസ്, ഇമ്പോർട്ടന്റ് സ്പെഷ്യൽ ജേണൽസ്, ഇമ്പോർട്ടന്റ് സ്പെഷ്യൽ ജേണൽസ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണലുകളെ കുറിച്ചാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സ്പെഷ്യൽ ജേണൽ ആണെന്ത്, ഒന്ന് ക്യാഷ് ബുക്ക്. ഒന്നാമത്തേതാണെന്ത്, ക്യാഷ് ബുക്ക്. അത് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, അതായത് എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനെയും റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ജേണൽ ആണ് ക്യാഷ് ബുക്ക് എന്നുള്ളത്. ഇനി രണ്ടാമത്തേതാണെന്ത്, പർച്ചേസ് ബുക്ക്. രണ്ടാമത്തെ സ്പെഷ്യൽ ജേണൽ ആണെന്ത്, പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്ക്. ഒന്നാമത്തേത് ക്യാഷ് ബുക്ക് ആണ്, രണ്ടാമത്തേതാണെന്ത്, പർച്ചേസ് ബുക്ക്. ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ കടത്തിന് വാങ്ങുകയാണെങ്കിൽ, അതായത് വിൽക്കാനുള്ള സാധനങ്ങൾ കടത്തിന് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ക്രെഡിറ്റിന് വാങ്ങുന്ന സാധനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണെന്ത്, പർച്ചേസ് ബുക്ക് എന്നുള്ളത്. ഇനി മൂന്നാമത്തേതാണെന്ത്, സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്ക്. മൂന്നാമത്തെ ബുക്ക് ഏതാണ്, സെയിൽസ് ബുക്ക്. എന്താണ് സെയിൽസ് ബുക്ക്? ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റിനാണ് സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ അത് റെക്കോർഡ് ചെയ്തു വെക്കുന്ന സബ് ഡിവിഷൻ ഓഫ് ജേണൽ, ഡേ ബുക്കിന് പറയുന്ന പേരാണെന്ത്, സെയിൽസ് ബുക്ക് എന്നുള്ളത്. ഇനി പർച്ചേസ് റിട്ടേൺ ബുക്ക്. നാലാമത്തെ സ്പെഷ്യൽ ജേണൽ പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്ക്. വാട്ട് ഈസ് പർച്ചേസ് റിട്ടേൺ ബുക്ക്? ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ട്രേഡർ ടു സപ്ലയർ. ഒരു സപ്ലയർ ട്രേഡർക്ക് സാധനം തിരികെ നൽകുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്തു വെക്കുന്ന ബുക്കിന് പറയുന്ന പേരാണെന്ത്, ആ ഒരു സ്പെഷ്യൽ ജേണലിന് പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. വാങ്ങിയ സാധനം തിരിച്ചു ലഭിക്കുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്തു വെക്കുന്ന ബുക്കാണെന്ത്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. നെക്സ്റ്റ് ആണ് സെയിൽസ് റിട്ടേൺ ബുക്ക്. ഫിഫ്ത്ത് സെയിൽസ് റിട്ടേൺ ബുക്ക്. ഫിഫ്ത്ത് സ്പെഷ്യൽ ജേണൽ ആണെന്ത്, സെയിൽസ് റിട്ടേൺ ബുക്ക്. ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് റിട്ടേൺ ടു ദ ട്രേഡർ ബൈ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റ സാധനം വീണ്ടും അവർ തിരികെ ബിസിനസ്സിലേക്ക് തന്നെ നൽകുകയാണെങ്കിൽ ആ ഒരു റിട്ടേൺസിനെ പറയുന്ന പേരാണെന്ത്, സെയിൽസ് റിട്ടേൺ ബുക്ക്. വിറ്റ സാധനം തിരിച്ചു ലഭിക്കുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്തു വെക്കുന്ന ബുക്കിന് പറയുന്ന പേരാണെന്ത്, സെയിൽസ് റിട്ടേൺ ബുക്ക്. നെക്സ്റ്റ് ആണ് ബിൽസ് റെസിവബിൾ ബുക്ക്. ആറാമത്തേതാണെന്ത്, ബിൽസ് റെസിവബിൾ ബുക്ക്. ബിൽസ് റെസിവബിൾ. എന്താണ് ബിൽസ് റെസിവബിൾ? ഫോർ റെക്കോർഡിംഗ് ഓൾ ബിൽസ് റെസീവ്ഡ് ബൈ ദി ട്രേഡർ ഫ്രം ഹിസ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള, അതായത് ട്രേഡേഴ്സിന് കസ്റ്റമേഴ്സിൽ നിന്നും ലഭിച്ചിട്ടുള്ള ബില്ലുകൾ അല്ലെങ്കിൽ ബിൽസ് റെസിവബിൾ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ബുക്കാണെന്ത്, ബിൽസ് റെസിവബിൾ ബുക്ക്. ഏഴാമത്തേതാണെന്ത്, ബിൽസ് പേയബിൾ ബുക്ക്. ബിൽസ് പേയബിൾ ബുക്ക്. ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ റെക്കോർഡിംഗ് ഓൾ ബിൽസ് ഗിവൺ ടു സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് നൽകിയിട്ടുള്ള ബിൽസ് അത് റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ബുക്കാണെന്ത്,
ബിൽസ് പേയബിൾ ബുക്ക്. ഇനി ലാസ്റ്റ് വൺ ആണത് 8 ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പർ ഫോർ all transactions that do not find a place in any of the above books. അതായത് ഈ ഒരു സ്പെഷ്യൽ ജേണൽ ഉണ്ടല്ലോ, ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റെസീവബിൾ, ബിൽസ് പേയബിൾ, ഈ സ്പെഷ്യൽ ജേണലിലും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അത് ജേണൽ പ്രോപ്പറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ജേണൽസ്. ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ജേണൽസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി എന്ത് ചെയ്യാം, ഇതിൽ ഓരോന്നും എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം. അതിൽ ഒന്നാമത്തതാണത് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക്. എന്താണ് ക്യാഷ് ബുക്ക്? ദിസ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്. അതായത് ക്യാഷ് പേയ്മെന്റ്സുകളെ ക്യാഷ് റെസിപ്റ്റ്സുകളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ബുക്കിന് പറയുന്ന പേരാണെന്ത്? ക്യാഷ് ബുക്ക്. അതായത് ക്യാഷ് നൽകുന്നതും ക്യാഷ് ലഭിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷനുകളും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ബുക്കിന് പറയുന്ന പേരാണ് ക്യാഷ് ബുക്ക് എന്നുള്ളത്. അതായത് ഒരു ക്യാഷ് ബുക്ക് ഹാസ് 2 sides, ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഒരു ക്യാഷ് ബുക്കിന് 2 സൈഡ് ഉണ്ടായിരിക്കും. ഒന്നാമത്തേതാണ് ഡെബിറ്റ് സൈഡ് ആണ്, രണ്ടാമത്തേതാണ് ക്രെഡിറ്റ് സൈഡ് ആണ്. ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ഡെബിറ്റ് സൈഡ്. അതായത് എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും നമ്മൾ എൻറ്റർ ചെയ്യുന്നത് അത് ഡെബിറ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ ഓൾ പേയ്മെന്റ്സ് ഓൺ ക്രെഡിറ്റ് സൈഡ്, എല്ലാ പേയ്മെന്റ്സുകളും റെക്കോർഡ് ചെയ്യുന്നവിടെയാണ്, അത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ റെസിപ്റ്റ് സൈഡിലാണ്, അതായത് ഡെബിറ്റ് സൈഡിലാണ് റെസിപ്റ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് പേയ്മെന്റ്സുകൾ എന്നാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇവിടെ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് ആണ്. ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. പ്രധാനമായിട്ടും 6 തരത്തിലുള്ള ക്യാഷ് ബുക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണെന്ത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഒന്നാമത്തെ ക്യാഷ് ബുക്ക് ഏതാണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അതിനെ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നും വിളിക്കും. അതുപോലെ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ മറ്റൊരു പേരാണ് ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളംസ്. അതുപോലെ തന്നെ മൂന്നാമതാണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. നാലാമത്തതാണ് ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് കോളം. അഞ്ചാമത്തത് ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട് കോളം. ആറാമത്തതാണ് പെറ്റി ക്യാഷ് ബുക്ക്. നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, ഈ 3 ക്യാഷ് ബുക്ക് ആണെന്ന് നമുക്കിവിടെ പ്രധാനമായിട്ടും നമ്മുടെ സിലബസിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇതിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഡിസ്കസ് ചെയ്യാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്? ഒന്നാമത്തെ ക്യാഷ് ബുക്ക് ആണെന്ത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇതിന് എന്തും കൂടെ പറയും? സിമ്പിൾ ക്യാഷ് ബുക്ക്. അപ്പൊ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, സിമ്പിൾ ക്യാഷ് ബുക്ക്, ഇതൊക്കെ സെയിം മീനിങ് തന്നെയാണ്. അത് ക്യാഷ് ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 column ഫോർ എമൗണ്ട് ഓൺ ബോത്ത് സൈഡ് ഈസ് കോൾഡ് എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓർ സിമ്പിൾ ക്യാഷ് ബുക്ക്. അതായത് ബോത്ത് സൈഡ്, അതായത് 2 സൈഡിലും, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരു എമൗണ്ട് കോളം മാത്രമാണെങ്കിൽ ആ ഒരു ക്യാഷ് ബുക്കിനെ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നും അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്നും വിളിക്കുന്നു. അപ്പോൾ അതും കൂടെ പറയാം. ഒരു ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരു എമൗണ്ട് കോളം മാത്രമാണ് എങ്കിൽ ആ ഒരു ക്യാഷ് ബുക്കിനെ എന്ത് വിളിക്കും? സിമ്പിൾ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നു. അതായത് എന്താണ്? ഇറ്റ് ഈസ് എ സിമിലർ ടു എ ലെഡ്ജർ അക്കൗണ്ട്. ഇത് എന്തിനെ പോലെയാണ്? സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ടിനെ പോലെ തന്നെയാണ്.
അത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ സിമിലർ ആണെന്ന് ഒരു സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിച്ചെടുക്കാം. അപ്പം ആദ്യമായിട്ട് ഞാൻ പ്രോബ്ലം വായിക്കാൻ പോവുകയാണ്. റെക്കോർഡ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. 2004 മാർച്ച് 1 മോഹൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. മോഹൻ എന്താണ്, മോഹൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷിലാക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 20,000 മോഹൻ 20,000 രൂപ എന്നാണ് ബിസിനസ്സിലേക്ക് ഇറക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താണ്, ക്യാഷ് റെസിപ്റ്റ് ആണ്. ബിസിനസ്സിലേക്ക് 20,000 ക്യാഷ് ആയിട്ട് വരികയാണ്. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. മാർച്ച് 2 ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് എന്നാണ് ഓപ്പൺ ചെയ്തു. 5,000 ഇതൊന്ന് ബിസിനസ് എന്ന് ചെയ്യാണ്, ക്യാഷ് പേയ്മെൻ്റ് ആണ്, ക്യാഷ് കൊടുക്കുകയാണ്. അതുപോലെ 4th പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനങ്ങൾ വാങ്ങി, അതും ക്യാഷ് എന്നാണ്, പേയ്മെൻ്റ് ആണ്. 4,100. 7th ബോട്ട് ഓഫീസ് ഫർണിച്ചർ. 3,600. 3,600 രൂപ ഓഫീസ് ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി ചിലവഴിച്ചു. അതെന്താണ്, ക്യാഷ് പേയ്മെൻ്റ് ആണ്, ക്യാഷ് കൊടുക്കുകയാണ്. ഇനി 10th മാർച്ച് 10 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനങ്ങൾ വിറ്റു. 2,400 2,400 രൂപയ്ക്ക് ക്യാഷിന് സാധനങ്ങൾ വിറ്റു. ഇതെന്താണ്, ക്യാഷ് റെസിപ്റ്റ് ആണ്. കാരണം സാധനങ്ങൾ വിൽക്കുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് ലഭിക്കും, അത് ക്യാഷ് റെസിപ്റ്റ് ആണ്. ക്യാഷ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇങ്ങോട്ട് ലഭിക്കുക, ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുക. ഇനി മാർച്ച് 13 പെയ്ഡ് ഫോർ സ്റ്റേഷനറി 250. സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടി 250 രൂപ, അതെന്നാണ്, ക്യാഷ് പേയ്മെൻ്റ് ആണ്. റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ്, അതായത് സെയിൽസിലൂടെ ലഭിച്ച ക്യാഷ് എത്രയാണ്, 1,750 രൂപ. ഇനി മാർച്ച് 21 റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ്, അതായത് സാധനങ്ങൾ വിറ്റപ്പോൾ ചെക്ക് ലഭിച്ചത് 650 രൂപ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചെക്ക് ലഭിക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ്സിലേക്ക് ചെക്ക് ലഭിക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് പരിഗണിക്കണം, ക്യാഷ് ലഭിക്കുന്നതായിട്ട് പരിഗണിക്കണം. ബിസിനസ്സിലേക്ക് ചെക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ക്യാഷ് ലഭിക്കുന്നതായിട്ട് പരിഗണിക്കണം. അതേ സ്ഥാനത്ത് ഒരു ബിസിനസ് ചെക്ക് നൽകുകയാണെങ്കിൽ അത് ബാങ്കായിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബിസിനസ്സിലേക്ക് ചെക്ക് ലഭിക്കുമ്പോൾ ക്യാഷായിട്ട് പരിഗണിക്കുകയും അത് ഒരു ചെക്ക് ബിസിനസ് എന്നാണ്, ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, ആ ഒരു ചെക്കായിട്ടെന്നാണ് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അത് ബാങ്കായിട്ടാണ് പരിഗണിക്കേണ്ടത്. വിദ്യാർത്ഥികൾ പ്രത്യേകം അത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി മാർച്ച് 22 ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ്. അത് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചത് എത്രയാണ്, 175 രൂപ, അതൊരു ക്യാഷ് പേയ്മെൻ്റ് ആണ്. റെൻറ്റ് പെയ്ഡ് 325, അതൊരു ക്യാഷ് പേയ്മെൻ്റ് ആണ്, ക്യാഷ് കൊടുക്കുകയാണ്. ചെക്ക് റെസീവ്ഡ് വാസ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ നമുക്കെന്നാണ് ലഭിച്ച ചെക്ക് അത് ബാങ്കിലേക്കെന്നാണ് നൽകി, അതൊരു ക്യാഷ് പേയ്മെൻ്റ് ആണ്. അതെന്താണ്, ക്യാഷ് പേയ്മെൻ്റ് ആണ്. കാരണം ക്യാഷ് ലഭിച്ചത് അത് ക്യാഷ് ബാങ്കിലേക്ക് കൊടുക്കുന്നു. ചെക്ക് ലഭിക്കുമ്പോൾ ക്യാഷ് എന്താണ് ലഭിക്കുന്നു, അത് ബാങ്കിലേക്ക് നൽകുന്നു. 29th പർച്ചേസ്ഡ് ഗുഡ്സ് 3,000. 3,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി, അത് ക്യാഷ് പേയ്മെൻ്റ് ആണ്, ക്യാഷ് കൊടുത്താലാണ് സാധനങ്ങൾ വാങ്ങാൻ പറ്റുക. സാലറി പെയ്ഡ് 1,900. 1,900 ശമ്പളം കൊടുത്തു, അതെന്നാണ്, ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് പേയ്മെൻ്റ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വെച്ചുകൊണ്ട് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് തന്നെ നമുക്കൊരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ പരിചയപ്പെടാം. ഹെഡിങ് എന്നാണ്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഹെഡിങ്. ഇതിന് 2 സൈഡ് ഉണ്ടായിരിക്കും. ഇതാണ് ഈ ഒരു സൈഡാണ് ക്രെഡിറ്റ് സൈഡ്, അതുകൊണ്ട് നമ്മുടെ CR ക്രെഡിറ്റ് സൈഡ് എന്ന് റെക്കോർഡ് ചെയ്തു. ഇതെന്നാണ് ഡെബിറ്റ് സൈഡാണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡാണ്, ക്രെഡിറ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് അത് ക്രെഡിറ്റ് സൈഡാണ്. ഇങ്ങനെ സിംഗിൾ കോളം ക്യാഷ് ബുക്കിന് എത്ര കോളംസ് ഉണ്ടായിരിക്കും? റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 2 3 4 5 ഇവിടെ 5 കോളംസ്. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 5 കോളംസ്, ഡെബിറ്റ് സൈഡിൽ എത്രയാണ്? 5 കോളംസ്. ടോട്ടൽ
ഈ ഒരു ക്യാഷ് ബുക്കിന്, സിംഗിൾ കോളം ക്യാഷ് ബുക്കിന് 10 കോളംസ് ആണ് ടോട്ടൽ കോളംസ്. അതിൽ ഒന്നാമത്തെ കോളം എന്താണ്? ഡേറ്റ്. ഡേറ്റ് കോളമാണ്. ഡേറ്റ് ഫസ്റ്റ് കോളം എന്താണ്? ഡേറ്റ് കോളം. പിന്നെ പെർട്ടിക്കുലേഴ്സ് രണ്ടാമത്തെ കോളമാണത്. പെർട്ടിക്കുലേഴ്സ് കോളം. പിന്നീട് വരുന്നത് RN. RN പറഞ്ഞാൽ റെസിപ്റ്റ് നമ്പർ. ഇവിടെ വരേണ്ടത് റെസിപ്റ്റ് നമ്പർ ആണ്. പിന്നെ LF. LF എന്നാൽ ലെഡ്ജർ ഫോളിയോ എമൗണ്ട്. കണ്ടോ നിങ്ങൾ? ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ എമൗണ്ട്. ഇവിടെ ക്രെഡിറ്റ് സൈഡിലും അതേ കോളം തന്നെയാണ്. ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, ഇനി വൗച്ചർ നമ്പർ VN എന്നാണ്. വൗച്ചർ നമ്പർ VN. അതുപോലെ ലെഡ്ജർ ഫോളിയോ എമൗണ്ട്. ഇങ്ങനെ ടോട്ടൽ 10 കോളംസ് ആണ്. ഇനി ഡെബിറ്റ് സൈഡിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഡെബിറ്റ് സൈഡിന് നമ്മൾ റെസിപ്റ്റ് സൈഡ് എന്ന് പറയും. റെസിപ്റ്റ് സൈഡ് ആണ്. അതായത് ക്യാഷ് ലഭിക്കുന്നതൊക്കെ എല്ലാ റെസിപ്റ്റുകളും ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? എല്ലാ റെസിപ്റ്റുകളും എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇതെന്താണ്? പേയ്മെന്റ് സൈഡാണ്. പേയ്മെന്റ്. എല്ലാ പേയ്മെന്റ്സുകളും റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? അത് ക്രെഡിറ്റ് സൈഡിലാണ്. അതിനെ വിളിക്കുന്നത് പേയ്മെന്റ് സൈഡ്. ഇവിടെ ആകെ ഈ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളം, രണ്ട് സൈഡിലും ഒരു എമൗണ്ട് കോളം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിന് എന്ത് വിളിക്കും? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കും. നമുക്കെന്താണ് ട്രാൻസാക്ഷൻ നോക്കാം. ഫസ്റ്റ് 2004 മാർച്ച്, 2004 മാർച്ച് 1. എന്താണ് ട്രാൻസാക്ഷൻ? എന്താണ്? മോഹൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. മോഹൻ എന്താണ്? ക്യാഷ് ഇറക്കിക്കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു, അതായത് മോഹൻ എന്ത് ചെയ്യാം? മൂലധനം, ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് ഇറക്കാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വരും? ക്യാഷ് വരൂലേ? ഇത് ബിസിനസ്സിനെ സംബന്ധിച്ചുള്ളത് എന്താണ്? ഇതൊരു ക്യാഷ് റെസിപ്റ്റ് ആണ്. അതുകൊണ്ടാണ് മോഹൻ എന്താണ്? അതൊരു ക്യാപിറ്റൽ ആണ് ബിസിനസ്സിലേക്ക് ഇറക്കുന്നത്. ക്യാപിറ്റൽ ഫസ്റ്റ് എന്താണ്? ക്യാപിറ്റൽ. അപ്പം 2004 മാർച്ച്, ഡേറ്റ് മാർച്ച് 1, ക്യാപിറ്റൽ. എത്ര എമൗണ്ട് ആണ് ബിസിനസ്സിലേക്ക് ഇറക്കുന്നത്? 20,000, 20,000 രൂപ. അപ്പൊ 20,000 രൂപ എന്നാണ് നമ്മൾ അത് ഈ ഒരു സ്പെഷ്യൽ ജേണൽ ആയിട്ടുള്ള സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്തു. ക്യാപിറ്റൽ 20,000. ഇവിടെ ക്യാപിറ്റൽ ആയിട്ട് ബിസിനസ്സിലേക്ക് 20,000 രൂപ വന്നു എന്നാണ്. കാരണം ഇത് റെസിപ്റ്റ് സൈഡാണ്. എല്ലാ ക്യാഷ് വരുന്നതും ഇവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഈ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വേണം? ബാങ്കിലേക്ക് ക്യാഷ് കൊടുക്കണം. അത് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കുക. അപ്പോൾ പേയ്മെന്റ് ആണ് ഇത്. അതുകൊണ്ട് പേയ്മെന്റ് സൈഡിലാണ് എഴുതേണ്ടത്. 5,000 രൂപ. 2004 മാർച്ച്. 2004 മാർച്ച് 2 ബാങ്കിലേക്ക് ക്യാഷ് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 5,000 രൂപ ബാങ്കിലേക്ക് എന്നാണ് ക്യാഷ് കൊടുത്തിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അത് പേയ്മെന്റ് ആണ്, ബാങ്ക്. ഇനി 4-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനങ്ങൾ വാങ്ങി. അപ്പോൾ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കണം. അപ്പോൾ ക്യാഷ് കൊടുക്കുക പറഞ്ഞാൽ അതൊരു പേയ്മെന്റ് ആണ്. പേയ്മെന്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡേറ്റ് എന്നാണ്? 4. പർച്ചേസ് എമൗണ്ട് എത്രയാണ്? 4,100 രൂപ. 4,100 രൂപയാണ് പർച്ചേസ്. നെക്സ്റ്റ് വരുന്നതാണ് ബോട്ട് ഓഫീസ് ഫർണിച്ചർ. ഓഫീസ് ഫർണിച്ചർ വാങ്ങി. ഓഫീസ് ഫർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ വാങ്ങി. അതിന് ക്യാഷ് കൊടുക്കണ്ടേ? അത് പേയ്മെന്റ് ആണ്. ഫർണിച്ചർ. ഡേറ്റ് എന്നാണ്? 7. ഫർണിച്ചർ എമൗണ്ട് എത്രയാണ്? 3,600. ഈ ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ പർച്ചേസ് എന്ന് പറയില്ല. കാരണം ഇതൊരു ഫിക്സഡ് അസറ്റ് ആണ്. വീണ്ടും വിൽക്കണം എന്ന ഉദ്ദേശത്തോടെ
സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതാണ് പർച്ചേസ്. ഇവിടെ ഫർണിച്ചർ എന്നുള്ളതാണ് ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അത് വിൽക്കാനുള്ളതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പേര് പ്രത്യേകം ഫർണിച്ചർ എന്ന് തന്നെ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. 3600 രൂപ. ഇനി 7-ാം തീയതി. ഇനി 10 മാർച്ച് 10 എന്താണ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സാധനങ്ങൾ എന്നാണ് വിറ്റു, ക്യാഷിന് വിറ്റു. അപ്പോൾ ക്യാഷ് ലഭിക്കൂലേ, അത് റെസിപ്റ്റ് ആണ്. അപ്പോൾ നാളെ സെയിൽസ്. 10-ാം തീയതി സെയിൽസ്, 10 സെയിൽസ്. എമൗണ്ട് എത്രയാണ്, 2400. 2400 എന്ന് ലഭിക്കും. നെക്സ്റ്റ് 13 പെയ്ഡ് ഫോർ സ്റ്റേഷനറി. 13 അത് പേയ്മെന്റ് ആണ്, ക്യാഷ് കൊടുക്കാണ്. സ്റ്റേഷനറി എമൗണ്ട് എത്രയാണ്, 250, 250 രൂപ. 250 രൂപ. നെക്സ്റ്റ് 17 റെസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ്. സാധനങ്ങൾ വിറ്റപ്പോൾ ക്യാഷ് ലഭിച്ചു, റെസിപ്റ്റ് ആണ്. 23 17-ാം തീയതി സെയിൽസ് എമൗണ്ട് എത്രയാണ്, 1750 രൂപ. 1750 രൂപ. ഇനി 17 കഴിഞ്ഞാൽ പിന്നെ 21 മാർച്ച് 21 റെസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ്. അപ്പോൾ സാധനങ്ങൾ വിറ്റതിന് എന്താണ്, ചെക്ക് ലഭിച്ചു. ചെക്ക് ലഭിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ക്യാഷ് ലഭിക്കുന്നതായിട്ട് പരിഗണിക്കണം. അപ്പോൾ നാളെ ഇവിടെ സെയിൽസ് 21 സെയിൽസ്. എമൗണ്ട് എത്രയാണ്, 650 രൂപ. 650 രൂപ. ഇനി 22 ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ്. എന്താണ്, ഇലക്ട്രിസിറ്റി ബിൽ അടച്ചു, അത് പേയ്മെന്റ് അല്ലേ. പേയ്മെന്റ് സൈഡിൽ എഴുതാം. ഡേറ്റ് എന്നാണ്, 22 മാർച്ച് 22. ഇലക്ട്രിസിറ്റി ബില്ല് എമൗണ്ട് എത്രയാണ്, 175 രൂപ. 175 രൂപ. ഇനി 23 റെന്റ് പെയ്ഡ്. റെന്റ് വാടക കൊടുത്തു, പേയ്മെന്റ് അല്ലേ. റെന്റ് പെയ്ഡ് എത്രയാണ്, 325 രൂപ. 325 രൂപ. ഇനി 23 കഴിഞ്ഞു. ഇനി എന്താണ്, അന്ന് തന്നെ ചെക്ക് റെസീവ്ഡ് വാസ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. നമുക്ക് ലഭിച്ച ചെക്ക് എന്നാണ്, ബാങ്കിലേക്ക് കൊടുത്തു. ബാങ്കിലേക്ക് ചെക്ക് കൊടുക്കല്ലേ, ക്യാഷ് കൊടുക്കാണ്. അപ്പോൾ ബാങ്ക് 23 തന്നെ ബാങ്ക്. അന്ന് തന്നെയാണ് ബാങ്കിലേക്ക് ക്യാഷ് കൊടുക്കുന്നത്. എത്രയാണ്, 650 രൂപ. 650 രൂപ. ഇനി എന്താണ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, 29 പർച്ചേസ്ഡ് ഗുഡ്സ്. സാധനങ്ങൾ വാങ്ങി. 29 സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കണം, ക്യാഷ് പേയ്മെന്റ് ആണ്. പർച്ചേസ് 3000. അതുപോലെ തന്നെ സാലറി പെയ്ഡ്. ശമ്പളം കൊടുത്തു 31 സാലറി പെയ്ഡ്. കാരണം സാലറി പറഞ്ഞാൽ പേയ്മെന്റ് ആണ്, ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. എമൗണ്ട് എത്രയാണ്, 1900. വേറെ ഇതൊരു ലെഡ്ജർ അക്കൗണ്ട് പോലെ തന്നെയാണ്. വളരെ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ് പേര്. അത് ഇതെന്നാണ് ചെയ്യാനെന്നാണ്, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ക്യാഷ് കൊടുക്കുന്നതൊക്കെ എന്ത് ചെയ്യുക, പേയ്മെന്റ് സൈഡിൽ എഴുതുക. ക്യാഷ് ലഭിക്കുന്നതെല്ലാം റെസിപ്റ്റ് സൈഡിലാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യാം, ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യാം, ഡെബിറ്റ് സൈഡ് മൊത്തം കൂട്ടി നോക്കാം. ഡെബിറ്റ് സൈഡ് മൊത്തം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 24,800 എന്ന് ലഭിക്കും. 24,800 എന്ന് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ത് ചെയ്യാം, നിങ്ങൾ കൂട്ടി നോക്കാം. അപ്പോൾ 19,000 എന്ന് ലഭിക്കും. ഇനി അക്കൗണ്ട് എന്നാണ്, ബാലൻസ് ചെയ്യേണ്ടതാണ്. ബാലൻസ് ചെയ്യാൻ ഇതല്ലേ കൂടുതൽ എമൗണ്ട്, 24,800. ഇത് ചെറിയ എമൗണ്ട് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ രണ്ടിന്റെയും ടോട്ടൽ ആയിട്ട് എന്താണ്, വലിയ സംഖ്യ ഇതാണ്. വലിയ സംഖ്യ എത്രയാണ്, 24,800. രണ്ടിന്റെയും ടോട്ടൽ എന്താണ്, ഈ വലിയ സൈഡ് ആയിരിക്കും. രണ്ടിന്റെയും ടോട്ടൽ ഇവിടെയും 24,800. ഇനി സൈഡ് എന്താണ്, കുറവല്ലേ. ഈ സൈഡ് കുറവാണ്. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്, ഈ 24,800 നിന്നും 19,000 മൈനസ് ചെയ്യാം. ആ ഒരു മൈനസ് ചെയ്യുമ്പോൾ അതായത് എമൗണ്ട് ലഭിക്കുന്ന എമൗണ്ട്, അതായത് 24,800 മൈനസ് 19,000. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും, 5,800 എന്ന് ലഭിക്കും. 5,800. ഈ 5,800 കുറവുള്ള സൈഡിലേക്കാണ് എഴുതേണ്ടത്.
അതിനെന്ത് ചെയ്യാം 31 മാർച്ച്. ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ക്യാരി ഡൗൺ ഇതിനെ വിളിക്കുന്നത് എന്താണ്? ബാലൻസ് ക്യാരി ഡൗൺ. ഇതിന്റെ അർത്ഥം ഇനി ബിസിനസിന്റെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണ്? 5800 രൂപയാണ്. ഈ ഒരു മാസം 31 ബിസിനസിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 5800 രൂപയുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ 5800 രൂപ അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ചെയ്യണം. അടുത്ത മാസം 1-ാം തീയതി എന്താണ്? മാർച്ച് 31 കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ 1 അല്ലേ? ഏപ്രിൽ 1 ബാലൻസ് ബ്രോ ഡൗൺ, ബാലൻസ് ബ്രോ ഡൗൺ എമൗണ്ട് എത്രയാണ്? 5800. ഇത്രയുമാണ് ഒരു സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, രണ്ട് പേരും ഇതിന് പറയും. ഇപ്പോൾ സ്റ്റുഡൻസ് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ക്ലാരിറ്റി വന്നിരിക്കുന്ന പ്രതീക്ഷയോട് കൂടി എന്നാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.